നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. 2025 മെയ് 14 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. വ്യാഴത്തിന് എല്ലാ ഗ്രഹങ്ങളെക്കാളും സമസ്ത ദോഷങ്ങളെയും ഇല്ലാതാക്കി ശുഭാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. ലഗ്നത്തിലോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ വ്യാഴം നിന്നാൽ ജീവിതകാലം മുഴുവൻ ഐശ്വര്യമുണ്ടാകും. ലഗ്നകേന്ദ്രങ്ങളിൽ വന്നാൽ ദീർഘായുസ്സുമുണ്ടാകും. സ്വർണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ധനസമ്പാദനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, പുത്രനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ബന്ധുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ബുദ്ധി, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, കീർത്തി എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ദൈവഭക്തി, ദയ, ദാമ്പത്യസുഖം, സാത്വികത, സദ്ഗതി എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നത്, വിദ്വത്വം, ബുദ്ധി, ഉത്തമ പ്രവൃത്തി, സുഖ സൗഭാഗ്യ ആദികൾ തുടങ്ങിയവയെക്കുറിച്ച് ചിന്തിക്കുന്നത്, സ്നേഹം, മന്ത്രശക്തി എന്നിവയെക്കുറിച്ച് ചിന്തിക്കുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തെ കൊണ്ടാണ്. കൂടാതെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ദൈവാധീനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും വ്യാഴത്തെ കൊണ്ടാണ്. ഇങ്ങനെയുള്ള വ്യാഴം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ട് ഈ വ്യാഴമാറ്റ ഫലം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ചാരവശാൽ ഫലനിരൂപണം നടത്തുമ്പോൾ ഗോചരവും വേദവും മനസ്സിലാക്കുന്നതിന് പുറമെ ചാരവശാൽ ഗ്രഹം നിൽക്കുന്ന രാശിയിൽ ജാതകപ്രകാരം ആ ഗ്രഹത്തിനുള്ള അഷ്ടക വർഗ ബിന്ദു കൂടി നോക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. കൂടാതെ ജാതകപ്രകാരം ദശാപഹാര സമയവും നോക്കണം. ചില ജാതകരെ സംബന്ധിച്ചിടത്തോളം ചാരവശാലുള്ള വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങൾ അനുകൂലമല്ലെങ്കിൽ പോലും നല്ല ദശാപഹാര കാലമോ ആണെങ്കിൽ ഈ ചാരവശാലുള്ള ദോഷാനുഭവങ്ങൾ അത്ര അനുഭവത്തിൽ വരികയില്ല. ആയതിനാൽ ഭയക്കേണ്ടതില്ല എന്നർത്ഥം. ഇനി എല്ലാ നക്ഷത്രക്കാരുടെയും ഈ രാശിമാറ്റത്തിലൂടെയുള്ള ഫലങ്ങൾ നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ രാശിമാറ്റ ഫലം പരിശോധിക്കാം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 2-ാമിടത്ത് നിന്നും 3-ാമിടത്തേക്കാണ് രാശി മാറുന്നത്. 3-ാമിടത്ത് വ്യാഴം നിൽക്കുകയാണെങ്കിൽ സ്ഥാനഭ്രംശവും കാര്യവിനാശവും ഫലമാകുന്നു. ആയതിനാൽ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും അനുകൂലമല്ലാത്ത നിലപാടുണ്ടാകുവാൻ സാധ്യത കാണുന്നു. ആയതിനാൽ സഹപ്രവർത്തകരുമായി നന്നായിട്ട് സഹകരിച്ചു പോവുക. ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള വർഷമല്ല. നന്നായി പരിശ്രമിക്കുക, എങ്കിൽ തീർച്ചയായും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. അത് ഓർക്കുക. കൂടാതെ ഈശ്വരനെ നന്നായിട്ട് അർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മവും ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനി കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം. ഇടവക്കൂറുകാരുടെ വ്യാഴം 2-ാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത്. 2-ാമിടത്ത് വ്യാഴം നിന്നാൽ ദ്രവ്യലാഭവും ശത്രുലാഭവും സ്ത്രീ സുഖവും ഫലങ്ങൾ ആകുന്നു. ഈ കൂറുകാർക്ക് അവിചാരിതമായി ധനലാഭത്തിന് സാധ്യത കാണുന്നു. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. പുതിയ ഗൃഹനിർമ്മാണത്തിനും ഗൃഹം വാങ്ങിക്കുവാനും അനുയോജ്യമായിട്ടുള്ള കാലമാകുന്നു. ബന്ധുസമാഗമവും കാണുന്നു. വാഹനം മേടിക്കുവാൻ അവസരം വന്നു ചേരുന്നതായിരിക്കും. ആത്മീയമായി അനുകൂലമായിട്ടുള്ള കാലമാകുന്നു. തീർത്ഥാടന യാത്രകൾ, വിദേശയാത്രകൾ എന്നിവ ചെയ്യുവാനുള്ള സാധ്യതയും കാണുന്നു. വിവാഹം കഴിക്കാത്തവർക്ക് അനുകൂലമാകുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം, പരീക്ഷയിൽ ഉന്നത വിജയം എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും. ഇനി മകീരം അന്ത്യപകുതി, തിരുവാതിര, പുണർത്തം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം.
മിഥുനക്കൂറുകാരുടെ വ്യാഴം ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം ചാരവശാൽ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദ്രവ്യനാശവും സ്ഥാനഭ്രംശവും കലഹവും ബുദ്ധിമാന്ദ്യവും ഫലങ്ങളാകുന്നു. ധനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അനാവശ്യമായി ചിലവുകൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ മിതവ്യയം ശീലിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ക്ഷമയോടുകൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഇനി പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 12-ാം ഇടത്ത് കൂടിയാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് 12-ാം ഇടത്ത് വ്യാഴം നിന്നാൽ വഴി അലച്ചിൽ കൊണ്ടുള്ള വിഷമതകളും കഠിനമായ ദുഃഖങ്ങൾ അനുഭവിക്കാൻ ഇടയാവുകയും ഫലങ്ങളാകുന്നു. അമിത ചിലവ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ചിലവുകൾ പരമാവധി ചുരുക്കുക. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. പരമാവധി കുടുംബാംഗങ്ങളുമൊത്ത് കഴിയുക. ഇനി മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ വ്യാഴം ചാരവശാൽ 11-ാം ഇടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത്. 11-ാം ഇടത്ത് കൂടി വ്യാഴം ചാരവശാൽ സഞ്ചരിച്ചാൽ ഇഷ്ടകാര്യലാഭവും സ്ഥാനാന്തര പ്രാപ്തിയും ഉണ്ടാകും. ധനലാഭം, ഭക്ഷണസുഖം, ആഭരണലബ്ധി തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും ഫലങ്ങളാകുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗക്കയറ്റം, തൊഴിൽ അന്വേഷകർക്ക് ജോലി സാധ്യത എന്നിവ കാണുന്നു. ഇനി ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 10-ാം ഇടത്ത് കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 10-ാം ഇടത്ത് വ്യാഴം ചാരവശാൽ സഞ്ചരിച്ചാൽ സ്ഥാനഭ്രംശവും ദ്രവ്യനാശവും കർമ്മവൈകല്യവും ഫലങ്ങളാകുന്നു. വ്യാഴം 10-ാം ഇടത്ത് കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ കർമ്മവ്യാഴം എന്നും പറയുന്നു. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായി വളരെയധികം ക്ലേശാനുഭവങ്ങൾ വരുവാനുള്ള കാലമാകുന്നു. ആയതിനാൽ ഈശ്വര പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക. ദുഷ്ടജന സംസർഗം ഒഴിവാക്കുക. ഇനി ചിത്തിര അന്ത്യപകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 9-ാം ഇടത്ത് കൂടിയാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത്. വളരെ അനുകൂലമായിട്ടുള്ള കാലമാകുന്നു. വ്യാഴം ചാരവശാൽ 9-ാം ഇടത്ത് കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ ധനലാഭവും ഭാര്യ-പുത്ര സൗഖ്യവും കാര്യസാധ്യവും ആജ്ഞാസിദ്ധിയും സാമർഥ്യവും ഫലങ്ങളാകുന്നു. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ ഇടവരും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകുന്നു. പ്രണയസാഫല്യം വന്നുചേരും. ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. വിവാഹം കഴിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് സാധ്യത കാണുന്നു. വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇനി വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ വ്യാഴമാറ്റഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 8-ാം ഇടത്ത് കൂടിയാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത്. 8-ാം ഇടത്ത് കൂടി വ്യാഴം സഞ്ചരിച്ചാൽ കഠിന ദുഃഖങ്ങളും വ്യാധികളും എപ്പോഴും വഴി അലച്ചിലും ഫലങ്ങളാകുന്നു. വ്യാഴം അഷ്ടമത്തിൽ ആയതിനാൽ അനർത്ഥങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. കർമ്മസംബന്ധമായി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കുക. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നന്നായി പ്രാർത്ഥിക്കുക. ഇനി മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ
ഏഴാമിടത്ത് കൂടിയാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത്. വ്യാഴം ചാരവശാൽ ഏഴാമിടത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ ബുദ്ധിസാമർഥ്യവും വാക്സാമർഥ്യവും കാര്യസിദ്ധിയും ദ്രവ്യലാഭവും കളത്രസുഖവും ഫലങ്ങളാകുന്നു. ധനാഗമനം, ബാഹ്യ അനുഭവങ്ങൾ, പ്രണയസാഫല്യം എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ദാമ്പത്യസുഖം, സ്ഥാനലാഭം, ഗൃഹസുഖം എന്നിവ ലഭിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കൾ തമ്മിൽ ഒത്തുചേരുവാനുള്ള സന്ദർഭം വന്നു ചേരുന്നതായിരിക്കും. ബന്ധുസമാഗമവും കാണുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. ഇനി ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ വ്യാഴമാറ്റ ഫലം പരിശോധിക്കാം. മകരക്കൂറുകാരുടെ ആറാമിടത്ത് കൂടിയാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആറാമിടത്ത് കൂടി വ്യാഴം സഞ്ചരിച്ചാൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായാലും അനുഭവിക്കാൻ ഇടവരാതിരിക്കുക ഫലമാകുന്നു. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാറാവ്യാധികൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായി അത്ര നന്നല്ല ഇനി വരാൻ പോകുന്ന ഒരു വർഷം. സാമ്പത്തികമായി പല തടസ്സങ്ങളും വന്നു ചേരാം. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ വർദ്ധിക്കുവാൻ ഇടവരും. ഉദ്യോഗസ്ഥർക്ക് ഉന്നത ഉദ്യോഗസ്ഥനുമായി അകൽച്ചകൾ വന്നു ചേരാം. വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെയും ഈശ്വര പ്രാർത്ഥനയിലൂടെയും കുടുംബാന്തരീക്ഷം ശോഭനീയമായി തീരും. ഇനി അവിട്ടം അന്ത്യപകുതി, ചതയം, പുരുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ വ്യാഴത്തിൻ്റെ ചാരഫലം പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ അഞ്ചാമിടത്ത് കൂടിയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത്. അഞ്ചാമിടത്ത് കൂടി വ്യാഴം സഞ്ചരിക്കുകയാണെങ്കിൽ വാഹനങ്ങൾ, പുത്രന്മാർ, ധനം, സ്ത്രീ, വസ്ത്രം, ഗൃഹം എന്നിവ ലഭിക്കുക ഫലം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. പല വഴികളിലൂടെ ധനവരവ് ഉണ്ടാകുന്നതായിരിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ചയും ഉണ്ടാകും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മനസ്സിന് ഉന്മേഷവും സ്വസ്ഥതയും ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനം വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അംഗീകാരങ്ങൾ ലഭിക്കും. ഇനി പുരോരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള ഫലം പരിശോധിക്കാം. ഈ കൂറുകാരുടെ നാലാമിടത്ത് കൂടിയാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ വ്യാഴം നാലാമിടത്ത് കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ ബന്ധുദുഃഖവും ഒരിടത്തു നിന്നും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ആരോഗ്യ സംബന്ധമായി അത്ര അനുകൂലമല്ല. ആയതിനാൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഞ്ചിതരാകാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നിൽക്കുക, പണം കടം കൊടുക്കുക എന്നിവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അപവാദങ്ങളിൽ പെടുവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളിൽ നിന്നും ചതി പറ്റുവാൻ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദോഷാനുഭവങ്ങൾ കുറഞ്ഞു കിട്ടും. വ്യാഴം അനുകൂലമല്ലാത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കഠിനാധ്വാനത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ദോഷാനുഭവങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയും വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതായിരിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.